ഇനി കേൾക്കണോ, ഹദീസിലേക്ക് കടക്കട്ടെ. ഒന്നാമതായി എടുക്കുമോനെ ബുഖാരി, സഹീഹുൽ ബുഖാരി. ആ ബുഖാരിയിൽ എന്താ ഉള്ളത്? മൗലവി വന്നിട്ട് ചോദിക്കുകയാണ്. മൗലവി ആദ്യം ചോദിച്ചിരുന്നത് നാദാപുരം ടൗണിൽ വെച്ചാണ്. അത് വേലി കെട്ടി മുട്ടിപ്പോയതിനു ശേഷം പിന്നെ മൂപ്പര് ചേറ്റുകെട്ടിയിലേക്ക് പോയതാണ്. അത് സിനിമ ടാക്കീസ് ഉണ്ടാക്കിയ സ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞതിന് ശേഷം സുബ്ഹാനല്ലാഹ് അതിന്റെ ഉടമയും ഏതായാലും അതിന് കൊടുക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കി അവിടെ വാഴ വെച്ച് പൂർണ്ണമായി മുട്ടിയതിനു ശേഷം ഇപ്പോൾ കൂടുതൽ ഒന്നുകൂടി കള്ള് ഷാപ്പിന്റെ അടുത്തിട്ടാണ് സ്റ്റേജ് കെട്ടിയതെന്നാണ് അറിവ്. ഇരിക്കട്ടെ, ആ കള്ള് ഷാപ്പിന്റെ അടുത്ത് നിന്ന് പ്രസംഗിച്ച പ്രസംഗത്തിൽ മൗലവി പറയുന്നത് എന്താണെന്നറിയോ? സിദ്ദീഖുൽ അക്ബർ യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചിട്ടുണ്ടോ? എന്നാ കേട്ടോ മൗലവി. സഹീഹുൽ ബുഖാരിയിലെ 1241 ഹദീസാണ് ഉദ്ധരിക്കുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, അഖ്ബല അബൂബക്കർ റളിയല്ലാഹു അൻഹു അലാ ഫറസിഹി മിൻ മസ്കദിഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം വീട്ടിൽ നിന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു കുതിരപ്പുറത്ത് ഇങ്ങോട്ട് വന്നു. അങ്ങനെ വന്നിട്ട് ഹത്താ നസല ഫദഖലൽ മസ്ജിദ, പള്ളിയുടെ സമീപത്തെത്തിയിട്ട് കുതിരയെ കെട്ടിയിട്ട് പള്ളിയിലേക്ക് കടന്നു. ഫലം യുകല്ലിമിൻ നാസ്, ഒരാളോടും സംസാരിച്ചില്ല. ഹത്താ ദഖല അലാ ആയിഷ റളിയല്ലാഹു അൻഹാ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ സമീപത്തെത്തി. അടുക്കൽ നിന്നും മേലെ എന്നും രണ്ടർത്ഥവും മലാക്കുണ്ട്. എല്ലാ അലയും മേലെയാണെന്ന് കരുതിയിട്ടാണ് നെഞ്ഞത്തേക്ക് കൈപോയത്. ഇവിടത്തെ അലക്കും അലാ സദരിഹി എന്ന അലക്കും അടുക്കൽ എന്നാണ് അർത്ഥം. ഇമാം മഹല്ലി മറ്റും വിശദീകരിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, അലാ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മേലെ കയറി ചെന്നു എന്നല്ല, ആയിഷ ബീവിന്റെ അടുക്കൽ കയറി ചെന്നു. ഫതയമ്മമൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തേക്ക് കരുതി. തയമ്മമാന്ന് കേട്ടിട്ട് ഇനി മൗലവിമാര് തേമം ചെയ്തു എന്ന് അർത്ഥം വെക്കണ്ട. ഓരോ വാചകത്തിന് ഓരോ സ്ഥലത്ത് ഓരോ അർത്ഥമാണ്. ഫതയമ്മമൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിനെ കരുതി. എന്നിട്ടോ വഹുവ മുസജ്ജം ബിബുർദി ഹിബറത്തിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുതപ്പിട്ട് മൂടിക്കിടക്കുകയാണ്. വഫാത്തായിട്ട് പുതപ്പിച്ച് കിടത്തിയതാണ്. ഫകശഫ അൻ വജ്ഹിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നിന്ന് തുണിയൊന്ന് നീക്കി. സുമ്മ അകബ്ബ അലൈഹി, കശഫ എന്ന വാക്ക് അധികവും തുണി നീക്കുക എന്ന അർത്ഥത്തിനാണ് ഉപയോഗിക്കുക, വിരി നീക്കുക. ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ നബിയുടെ ഖബർ കശഫത്ത്, അതേ നീക്കി കാണിച്ചു കൊടുത്തു എന്ന് കാണാം. ആ വാചകം അറിയിക്കുന്നത് തുണി ഉണ്ടെന്നാണ് മേലെ. ഇരിക്കട്ടെ, ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഏതായിരുന്നാലും ശരിഫ കശഫ അൻ വജ്ഹിഹി, റസൂലുള്ളാഹിന്റെ മുഖത്ത് നിന്ന് തുണിയൊന്ന് നീക്കി. സുമ്മ അകബ്ബ അലൈഹി, നബിയിലേക്കൊന്ന് മുഖം താഴ്ത്തി. ഫഖബ്ബലഹു, അല്ലാഹുവിന്റെ റസൂലിനെ ഒന്ന് ചുംബിച്ചു. സുമ്മ ബക്കാ, പിന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി കിടക്കുന്നു. അത് കണ്ടപ്പോൾ കരഞ്ഞുപോയി. എന്നിട്ടോ പിന്നെന്ത് ചെയ്തു? വഫാത്തായ നബിയെ വിളിക്കാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? അത് ഈ സമുദായത്തിന് ആദ്യമായി പഠിപ്പിക്കുന്ന നേതാവ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ വഫാത്തിന് ശേഷം വിളിക്കുകയാണ്. ബി അബീ അൻത വ ഉമ്മീ യാ നബിയല്ലാഹ്, യാ നബിയല്ലാഹ് സിദ്ദീഖുൽ അക്ബർ വിളിച്ചോ, പറഞ്ഞോ? സലഫിയുടെ സംശയമാണ്. അത്തരം സംശയമുള്ളവന്റെ കാര്യമായി ഇബ്നുൽ ഹാജി തങ്ങൾ പറഞ്ഞത് അള്ളാന്റെ റഹ്മത്ത് കിട്ടൂല. റസൂലുള്ളാഹിനെ വിളിക്കാമോ പറയാമോ? സംശയിച്ചോന് റഹ്മത്ത് കിട്ടൂല. എന്തേ സിദ്ദീഖുൽ അക്ബർ വിളിക്കാണ്? ബി അബി അൻത വ ഉമ്മി യാ നബിയല്ലാഹ്, അള്ളാന്റെ നബിയായവരെ, നബിയായവരെ എന്ന് വിളിച്ചിട്ട് നിർത്തിയോ? ഇല്ല. ജീവിതകാലത്ത് പറയുന്നത് പോലെ തന്നെ പറയുകയാണ്. മരിച്ചവർക്ക് വല്ലതും സമർപ്പിക്കാൻ പറ്റുമോ? മരിച്ചവർക്ക് സമർപ്പിച്ച കാഫിറാവുന്നതാണ് ഈ മുജാഹിദ് മതം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ദീന് കേട്ടോ. സിദ്ദീഖുൽ അക്ബർ പറയുന്നത് ലോകത്തൊരു മനുഷ്യൻ ഏറ്റവും പ്രിയം വെക്കുന്ന സംഗതി, ഏറ്റവും ആദരിക്കുന്ന സംഗതി ബാപ്പയും ഉമ്മയുമല്ലേ. ഏറ്റവും കടപ്പാടുള്ളതും അതാ കുടുംബ ബന്ധമെന്ന നിലക്ക് അവരോടല്ലേ. എന്നാ സഹോദരന്മാരെ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ബി അബീ അൻത വ ഉമ്മീ യാ നബിയല്ലാഹ്, അല്ലാഹുവിന്റെ നബിയായവരെ
എന്റെ ബാപ്പയെ തങ്ങൾക്ക് തരും, എന്റെ ഉമ്മയെ തങ്ങൾക്ക് തരും. എന്റെ ബാപ്പയെ തങ്ങൾക്ക് സമർപ്പിക്കുന്നു, എന്റെ ഉമ്മയെ തങ്ങൾക്ക് സമർപ്പിക്കുന്നു. വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ ബാപ്പയെ അങ്ങേക്ക് തരും നബിയെ, എന്റെ ഉമ്മയെ അങ്ങേക്ക് തരുന്നു നബിയെ. ഇത് പറഞ്ഞത് എന്തേ? വഫാത്തായത് മനസ്സിലാകാതെ പറഞ്ഞു പോയതാണോ? അങ്ങനെ ഒരു സംശയം ഇനിയൊരു സലഫിയും പറയണ്ട. അതുകൊണ്ട് അതാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് അപ്പൊ തന്നെ അള്ളാഹ് പറയിപ്പിക്കുകയാണ്, ലാ യജ്മഉല്ലാഹു അലൈക മൗതതൈനി, അങ്ങേക്ക് രണ്ട് മൗത്ത് അള്ളാഹ് സംഘടിപ്പിക്കൂല നബിയെ. അമ്മൽ മൗതത്തുല്ലത്തി കുതിബത് അലൈക, അങ്ങേക്ക് കണക്കാക്കപ്പെട്ട ശരിയായ മൗത്ത് ഫഖദ് മുത്തഹാ, തങ്ങൾ മൗത്തായി കഴിഞ്ഞു നബിയേ. തങ്ങൾ മൗത്തായി എന്നതിൽ എനിക്കൊരു സംശയവും ഇല്ല. മൗത്തായിട്ടില്ല എന്ന് വിചാരിച്ച് വിളിച്ചതല്ല, മൗത്തായി എന്ന് ഉറച്ചിട്ട് തന്നെയാ വിളിച്ചത്. മൗത്തായിട്ടില്ല എന്ന് വിചാരിച്ച് ബാപ്പനെയും ഉമ്മനെയും തരും എന്ന് പറഞ്ഞതല്ല. ഞാൻ എന്തും തരും എന്റെ ബാപ്പനെയും ഉമ്മനെയും അങ്ങയ്ക്ക് തരുമെന്ന് പറഞ്ഞത് മൗത്തായി എന്ന് ഉറപ്പോടുകൂടിയാണ് നബിയേ. സഹീഹുൽ ബുഖാരിയിലെ 1241 നമ്പർ ഹദീസാണിത്. എന്നാൽ അതിന്റെ പുറമെ ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന കിതാബ് ലോകത്തുള്ള മുഴുവൻ ആളുകളെയും തട്ടി വിളിക്കാൻ, എല്ലാവരെയും സന്മാർഗത്തിലേക്ക് നയിക്കാൻ ഇമാം ഗസ്സാലി എഴുതിയ ഇഹ്യാ ഉലൂമുദ്ദീൻ അതിന്റെ 6-ാം വാള്യം 107-ാമത്തെ പേജിൽ ഈ സംഭവം വിവരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവര് പറയുന്നു. അതിന്റെ പുറമേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് പറയാണ്, ഉദ്കുർനാ യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈക ഇൻദ റബ്ബിക വൽനകുൻ ബിബാലിക. ഉദ്കുർനാ യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയേ, ഞങ്ങളെ കാര്യം തങ്ങൾ പറയണേ നബിയേ. സല്ലല്ലാഹു അലൈക, അങ്ങേക്ക് അല്ലാഹ് സലാത്ത് നൽകട്ടെ. ഇൻദ റബ്ബിക, തങ്ങളെ റബ്ബിന്റെ അടുക്കൽ ഞങ്ങളെ കാര്യം തങ്ങൾ പറയണേ നബിയേ. വൽനകുൻ ബിബാലിക, തങ്ങളെ മനസ്സിൽ ഞങ്ങളെല്ലാം എപ്പോഴും ഉണ്ടാകണം നബിയേ. തങ്ങൾ ഞങ്ങളെ മറക്കരുതേ നബിയേ. ഞങ്ങളെ കാര്യം തങ്ങൾ അല്ലാഹുവോട് പറയണേ നബിയേ. മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീനിന്റെ 6-ാം വാല്യം 107-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നു, ഓ മുസ്ലിമീങ്ങളെ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വഫാത്തിന് ശേഷം യാ നബി അല്ലാഹ് എന്ന് വിളിച്ചു. റസൂലുള്ളാഹിനോട് ഞങ്ങളെ കാര്യം തങ്ങൾ പറയണമെന്ന് പറഞ്ഞു. ഓ നബിയേ, തങ്ങൾ ഞങ്ങളെ ഓർമ്മിക്കണേ എന്ന് പറഞ്ഞു. ഇതൊക്കെ വഫാത്തിന് ശേഷമല്ലേ മുസ്ലിമീങ്ങളെ? ഇമാം ഗസ്സാലി ശിർക്ക് പ്രചരിപ്പിച്ച പണ്ഡിതനാണോ? ഇമാം ഗസ്സാലി മുശ്രിക്കാണോ? ഇമാം ഗസ്സാലി കാഫിറാണോ? ഇമാം ബുഖാരി മുശ്രിക്കാണോ? ഇമാം ബുഖാരി കാഫിറാണോ? ഓ മുസ്ലിമേ, ഇനിയും നിനക്ക് റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം വിളിക്കാമോ പറയാമോ എന്നതിൽ സംശയമുണ്ടോ? നിന്റെ കാര്യം അപകടം തന്നെ, നിന്റെ കാര്യം അപകടം തന്നെ, നിന്റെ ആഖിറം കാണേണ്ടത് തന്നെ. നിന്റെ പ്രതിപക്ഷത്ത് വരുന്ന ഇമാമിങ്ങൾ ആരൊക്കെയാണ്? നീ കാഫിറാക്കുന്നത് ഏതൊക്കെ ഇമാമിങ്ങളെയാണ്? നീ നിന്റെ എതിരാളികളായി നിർത്തിയത് ഏതൊക്കെ മഹാന്മാരെയാണ്? നെഞ്ഞത്ത് കൈവച്ചൊന്ന് ചിന്തിക്കൂ മുജാഹിദേ. നിസ്കരിക്കുമ്പോ വെക്കാനുള്ളതല്ല നെഞ്ഞ്, ഇത്തരം കാര്യം ചിന്തിക്കുമ്പോ കൈവെക്കാനുള്ളതാ നെഞ്ഞ്. ശരിക്ക് നെഞ്ഞത്ത് കൈവച്ച് ഒന്ന് ചിന്തിക്കൂ മുജാഹിദേ. നിനക്ക് പേരോടിന്റെ പ്രസംഗത്തിന്റെ ആദ്യവും അവസാനവും അപ്പുറവും ഇപ്പുറവും തട്ടിയിട്ട് സ്ക്രീനിൽ വെച്ച് പലതും ഇവിടെ കാണിക്കാൻ കഴിയും. പക്ഷേ പടച്ചവന്റെ കോടതിയിൽ ഈ കിതാബുകളും കൊണ്ട് പാവപ്പെട്ട പേരോട് വന്നാൽ, കാന്തപുരം ഉസ്താദ് വന്നാൽ, കീഴന ഉസ്താദ് വന്നാൽ, കണ്യത്ത് ഉസ്താദ് വന്നാൽ, ഉള്ളാളം തങ്ങൾ വന്നാൽ, ഓക്കെ ഉസ്താദ് വന്നാൽ, കുത്തുബി തങ്ങൾ വന്നാൽ, പാണക്കാട് തങ്ങൾ വന്നാൽ,
അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ വന്നാൽ, ഞങ്ങളെ മുൻഗാമികളായ സാദാത്തുക്കളും ആലിമീങ്ങളും ഉമർ ഖാദി റളിയല്ലാഹു അൻഹു വന്നാൽ, സൈനുദ്ദീൻ മഖ്ദൂം വന്നാൽ, ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ വന്നാൽ, ഇമാം റംലി വന്നാൽ, ഇമാം നവവി വന്നാൽ, ഇമാം ഇബ്നു ഖുദാമ വന്നാൽ, അങ്ങനെയുള്ള ഓരോ ഇമാമിങ്ങളും ഈ കിതാബുകളും കൊണ്ടുവരുമ്പോ, ഓ മുജാഹിദേ, നീയൊന്ന് ചിന്തിക്കൂ, ആഖിറത്തിൽ നിന്നെ പോലെ പേടിച്ച് വിറക്കുന്നവരും നിന്നെ പോലെ കുടുങ്ങിപ്പോയവരും ഈ ഇമാമിങ്ങൾ മുഴുവനും നിനക്കെതിരായിട്ട് പടച്ചവനോട് കംപ്ലൈന്റ് പറയുന്ന സമയത്ത് നിന്റെ ഗതി എന്താണെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ.